ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുവോണമായിട്ട് എന്താ പരിപാടി ഗായ്സ്? ഞാൻ നിക്കാന്റെ കമ്പനിയിലാണ് ഫുഡൊക്കെ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് റെഡി ആയിട്ട് പോണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ, ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ ഗായ്സ്, ഇന്ന് ഞാൻ സാരി ഉടുക്കാനായിട്ട് പോവാണ്. സാരി ഉടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബാലി കേറാ മലയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സാരി ഉടുക്കുക കേട്ടോ. കാരണം സാരി ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഇഷുക്കുട്ടിക്ക് ഇന്ന് എക്സാം ഉണ്ട്. അപ്പൊ അവിടെ സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് ഇക്ക പോയി പിക്ക് ചെയ്തോണ്ട് വരും കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ കുളിച്ച് സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട് ഗൈസ്. സ്കിന്നിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഫേസ് വാഷ് വെച്ച് കഴുകിയിട്ടേ ഉള്ളൂ. എന്റെ ബെയർ സ്കിന്നാണിത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസർ ഇടും, പിന്നെ വന്നിട്ട് സൺസ്ക്രീൻ ഇടും. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ദേഹത്തൊക്കെ ചൂട് കുരു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ സെറം ഒഴിവാക്കുകയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഡോക്ടർ ഷെത്തിന്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇപ്പൊ എന്റെ മുഖത്തെല്ലാം ചെറുതായിട്ടൊരു കുരു പോലെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത് വന്നിട്ട് ഫേസ് വാഷ് ചേഞ്ച് ചെയ്തു. സെറ്റാഫിന്റെ ഫേസ് വാഷ് ആക്കിയിട്ടുണ്ട്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇപ്പൊ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മോയ്സ്ചറൈസർ ഇടാം, പിന്നെ സൺസ്ക്രീൻ. അപ്പൊ കുളിച്ചിറങ്ങിയതേ ഉള്ളു കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാണ്. നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് ഏതെങ്കിലും നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കണം. അതിപ്പോ ഇന്ന ബ്രാൻഡ് തന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് സെറ്റ് ആവാം. അപ്പൊ എനിക്കിപ്പോ ഇത് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കൂടെ മാറ്റുന്ന പരിപാടിയൊന്നും ഇല്ല ഗൈസ്. എന്തെങ്കിലും സ്കിന്നിൽ പ്രശ്നം വരികയാണെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഞാൻ ഫേസ് വാഷ് വന്നിട്ട് സെറ്റാഫിന്റെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ എല്ലാം ഒഴിവാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാണ്. ഇതിനും ഇനി എന്തെങ്കിലും പ്രശ്നം വരുമെങ്കിൽ ഞാൻ ഇത് മാറ്റും. നമ്മുടെ ഈ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ നല്ലോണം അബ്സോർബ് ആയതിനു ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുക്കാനേ. ഇവിടെ നല്ല ചൂടാണ് ഇപ്പോ, അതുകൊണ്ട് സൺസ്ക്രീൻ ഒഴിവാക്കാനേ പറ്റത്തില്ല. മോയ്സ്ചറൈസർ എല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഫിംഗർ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ് ഗൈസ്, അതുകൊണ്ട് സൺസ്ക്രീൻ ഇടാതെ വെളിയിൽ പോയാൽ ഞാൻ ഉറപ്പായിട്ടും അടിക്കും കേട്ടോ. ഞാൻ എന്റെ കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സർക്കുലർ മോഷനിലാണ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നത്. ഗൈസ്, ഞാൻ സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ഒന്നും അല്ല കേട്ടോ ഇത്. കണ്ടില്ലേ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ആണ്. ഇതിനെ അബ്സോർബ് ആവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് സെറം അപ്ലൈ ചെയ്തേക്കാണ്. ഇനി തല കെട്ടണം. ഇങ്ങനെയുണ്ട് ഗൈസ്, എന്റെ സ്കിൻ പ്രെപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്റെ സ്കിൻ വന്നിട്ട് ഞാൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് തുടങ്ങാം. നിങ്ങൾ വിചാരിക്കും മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എന്തോ ചെയ്യാൻ പോകുന്നതാണ്. അങ്ങനെ ഭയങ്കരമായിട്ടും ഇല്ല ഗൈസ്. ഞാനിപ്പോ കളർ കറക്റ്ററും കൺസീലറും ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ മാബിലിന്റെ സൂപ്പർ സ്റ്റേ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. എന്റെ കയ്യിൽ അതൊന്നും ഇല്ല ഗൈസ്. ഞാൻ അങ്ങനെ മേക്കപ്പ് അധികം ചെയ്യുന്ന ആളല്ല. വല്ലപ്പോഴായിരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോ ചെയ്യുമെന്നല്ലാതെ ഞാൻ ഭയങ്കര മേക്കപ്പ് പേഴ്സൺ ഒന്നും അല്ല ഗൈസ്. ലിപ്സ്റ്റിക് തന്നെ ഇട്ട് തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലമായിട്ടുള്ളൂ. എല്ലാ ഭാഗത്തും ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ട് ഈ സൂപ്പർ സ്റ്റേയുടെ ഒരു വലിയ എന്താ ബോട്ടിലാ വാങ്ങിയത് കേട്ടോ. പക്ഷേ എനിക്കത് എക്സ്പയർ ആയിട്ട് പോയിട്ട് ഭയങ്കര നഷ്ടമായി ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു ചെറിയ ഇതാ വാങ്ങിയത്. ഇതാകുമ്പോ ഇത് നമുക്ക് പുതിയത് വാങ്ങിക്കാലോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ സ്പഞ്ചോ ബ്രഷോ ഒന്നും ഇല്ല ഗൈസ്. മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അടുത്തത് വന്നിട്ട് ഞാൻ എന്റെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി ഞാൻ വന്നിട്ട് എന്താ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാബിലിന്റെ ആണ് കേട്ടോ. ഞാൻ വന്നിട്ട് എഡ്ജില് ആക്കുന്നില്ലേ, ഒരു സെന്ററിൽ നിന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഐബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഭയങ്കരമായിട്ട് കറുപ്പിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. അടുത്തത് വന്നിട്ട് ലിപ് ബാം ആണ്. ഇതും ഡോക്ടർ ഷെത്തിനെയാണ് ഗൈസ്. ആക്ച്വലി ഇത് തണുപ്പ് സമയത്ത് സൂപ്പർ ആണ് കേട്ടോ.
നന്നായിട്ട് മോയിസ്റ്റ് ചെയ്യും നമ്മുടെ ലിപ്പ് വന്നിട്ട്. ഞാൻ ഐലൈനർ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഇത് വന്നിട്ട് ലാക്മിയുടെ ആണ് കേട്ടോ. ഇതെല്ലാം ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നതോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് സെറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഐലൈനർ വരയ്ക്കട്ടെ. അതുപോലെ വാലിട്ടാണ് ഗൈസ് വരയ്ക്കുന്നത്. കാരണം ഇക്കാക്ക് ഇങ്ങനെ ഞാൻ വാലിട്ട് വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ രണ്ട് വശത്തും ഇതുപോലെ വാലിട്ട് ഐലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐലൈനർ വരച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊരു പെർഫെക്റ്റ് ആവും. മുടി കണ്ടു ഗൈസ്, ഞാൻ പറഞ്ഞ എന്റെ മുടി ഭയങ്കര കേളി ഹെയർ ആണ്. അടുത്തത് വന്നിട്ട് നമുക്ക് കാജൽ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ചേംബറിന്റെ കാജലിന്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അടിപൊളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതങ്ങ് നമ്മുടെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്യും. ഞാൻ ഈ താഴെയും പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ജസ്റ്റ് മുകളിലും വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലിപ് ലൈനർ വരയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഈ ലിപ് ലൈനർ ഇടുകയാണെങ്കിൽ നമ്മുടെ ലിപ്പ് വന്നിട്ട് കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നമ്മുടെ ഫേസുമായിട്ട് നന്നായിട്ട് അങ്ങ് ചേരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ് ലൈനർ തിരഞ്ഞെടുക്കുക. അടുത്തായിട്ട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടില്ലേ ഗൈസ്, സെഫോറയുടെ ലിപ്സ്റ്റിക്ക്, അതാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. കാരണം നമ്മളിന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ ഞാൻ സെഫോറയുടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഞാൻ ബ്ലഷായിട്ടും നമ്മുടെ ഐലാഷസ് അല്ല, നമ്മുടെ ഐലിഡിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഷും കാര്യങ്ങളും എല്ലാം എക്സ്പയർ ആയിപ്പോയി ഗൈസ്. ഇനിയെല്ലാം അത് പുതിയത് വാങ്ങിക്കണം. പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മുടെ ടച്ച്, അതായത് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് എൻചാൻഡറിൻ്റെ നോർമൽ ടാൽക്കം പൗഡറാണ്. എനിക്ക് ഈ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്താലോ. ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലില്ലേ ഗൈസ്, ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കാലം തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. ഇതിന് ശേഷം മാറി മാറി എത്രയോ ഹെയർ സ്റ്റൈൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അത്ര കംഫർട്ടായിട്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ്. ഇതാകുമ്പോൾ നമ്മുടെ ആ ഒരു കേളി ഹെയർ നന്നായിട്ട് മാനേജ് ചെയ്ത് നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴേക്കും ഒന്ന് മാറ്റി പിടിക്കുമെന്നല്ലാതെ ഇത് തന്നെയാണ് എൻ്റെ ഒരു പെർമനൻറ്റ് സ്റ്റൈല്. അപ്പോൾ ഇപ്പോൾ മുടിയെല്ലാം ഓൾറെഡി നേരത്തെ സ്ട്രെയിറ്റ് ചെയ്തെല്ലാം വളർന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫുള്ള് കേളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. മുടി കുറച്ചുകൂടിയൊക്കെ ലെങ്ത് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതായത് മുമ്പ് ചെയ്ത മുടിയൊക്കെ വളർന്ന് താഴെ ഇറങ്ങിയിട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ബോട്ടോക്സ് ചെയ്യണം. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ട് മുടി ഫുള്ള് ഡാമേജായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്തത് ബോട്ടോക്സ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിന്നൊരു മെസ്സി ബണ്ണാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുടി രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ മുടി ഈ ബണ്ണിനകത്ത് കൊള്ളാവുന്നതേ ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലൊരു ബണ്ണും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടൊരു ഓളിയം തോന്നുന്ന ടൈപ്പാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ് ഗൈസ്. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം. ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ജെബി ചേച്ചി ചെയ്യുന്നതാണ്. അങ്ങനെ ചേച്ചിയുടെ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അപ്പം നമ്മുടെ ഹെയർ സ്റ്റൈൽ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണ്ടേ? അതെ, ഈ കോസ്റ്റ്യൂം ഒന്ന് മാറി വന്നാലോ ഗൈസ്. ദാ പോയി ദേ വന്നു. ഇതേക്കാണല്ലേ ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. നല്ല അടിപൊളി സെറ്റ് സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ഈ ഒരു സെറ്റ് സാരിക്ക് ഏകദേശം ഒരു 4-5 കൊല്ലം പഴക്കമുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നും നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഉടുക്കാനൊക്കെ പറ്റിയത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഇടുന്ന ഓർണമെൻറ്റ് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഈ ഒരു കമ്മലും ആ മാലയ്ക്കും കൂടി ഒരു 300-നുള്ളിലേ ആയിട്ടുള്ളൂ ഗൈസ്. പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി, കാണാൻ തന്നെ എന്താ ഭംഗിയെന്ന് അറിയാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ മാലയും ഞാൻ നേരത്തെ ഇട്ടിരുന്ന മാലയും കൂടി ഇട്ടിരുന്നു. പിന്നെ എനിക്കത് എക്സ്ട്രാ ആയി തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ടിരുന്ന സ്വർണ്ണമാല മാറ്റിയിട്ട് ഈ ഒരു മാല മാത്രമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ 2 വളയും 2 കയ്യിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഗോൾഡ് റിങ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് മോതിരം മാത്രമേ ഇടുള്ളൂ. അല്ലാത്ത ഇതൊക്കെ എങ്ങനെയെങ്കിലും പുറത്ത് ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമാണ് ഇടുന്നത്. അങ്ങനെ ഇനി ഒരു മുടിയും കൂടെ ചുരുട്ടി ഇങ്ങനെ ഫ്രണ്ട് ഇടാൻ ഗൈസ്. കാരണം എന്തെന്നറിയാമോ, ഞാൻ ഈ ഒരുങ്ങിയതെല്ലാം എൻ്റെ ChatGPT തന്ന റെഫറൻസ് പ്രകാരമാണ്. ഞാൻ വേണമെങ്കിൽ ChatGPT കാണിച്ച ആ ഒരു റെഫറൻസ് പിക്ക് ഇവിടെ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ.
ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. ഇക്ക വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷർട്ടും പിന്നെ മുണ്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി നേരെ ഇരുന്നു. അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു അത്തപ്പൂക്കളാണ് ഗൈസ് ഇപ്രാവശ്യം റെഡിയാക്കിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ വന്നിട്ട് നമുക്കിന്ന് കഴിക്കാനുള്ള ഓണസദ്യയുടെയൊക്കെ ആ ഒരു മെനുവും അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ലേഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സെൽഫി പോയിൻറ്റും സ്റ്റേജും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ കെട്ടിയവന്മാർ തന്നെ ചെയ്യുന്നതാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേഡമൊക്കെ വന്നു. ആദ്യം വന്നിട്ട് നിലവിളക്കൊക്കെ കത്തിക്കുക കേട്ടോ. അപ്പോൾ മേഡങ്ങൾ വന്നിട്ട് നിലവിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2-3 കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളും വെക്കുക കേട്ടോ. ആദ്യം വന്നിട്ട് ഈ ആൺകുട്ടികളുടെ ഈ ഒരു കളറിപ്പയറ്റ് പോലത്തെ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട്. അതായത് അത്യാവശ്യം നല്ലതുപോലെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഓൾറെഡി 1 മാസമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ ഈ ഒരു കോലാട്ടം ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം തിരുവാതിരയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്, ഇപ്രാവശ്യം അതൊന്നും മാറ്റി പിടിച്ചിട്ട് ഈ കോലാട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പൊതുവേ ഈ കൊച്ചു പിള്ളേർ ഡാൻസ് കളിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് കളിക്കാൻ പറയുന്നത് വരെ എനിക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പിള്ളേരുടെ കോലാട്ടം എല്ലാം കണ്ടതിന് ശേഷം നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോയേട്ടോ. അപ്പോൾ ഇശുക്കുട്ടി വന്നിട്ടില്ല. ഇശുക്കുട്ടി ഇപ്പോഴും സ്കൂളിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം സദ്യയിലും തൊടുകറികളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാഴയിലയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ കറികളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തോരനും പിന്നെ നമ്മുടെ അവിയലും ഒക്കെ വിളമ്പുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറും പരിപ്പും സാമ്പാറും ഇതിങ്ങനെ 2 സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരുമിച്ചാണ് വിളമ്പുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് അങ്ങനെയല്ലല്ലോ, ആദ്യം പരിപ്പ് വിളമ്പിയിട്ട് പിന്നെയല്ലേ സാമ്പാർ വിളമ്പുക. ഇവിടെയെന്ന് വെച്ചാൽ 2 ഇങ്ങനെ ഒരുമിച്ചാണ് വിളമ്പുന്നത്. പക്ഷെ ഞാൻ വന്നിട്ട് സെപ്പറേറ്റ് തന്നെ വാങ്ങിയിട്ട് ആദ്യം പരിപ്പും നെയ്യും പിന്നെ വന്നിട്ട് നമ്മുടെ ആ ഒരു പുളിയിഞ്ചിയൊക്കെ കൂട്ടി കഴിച്ചു ഗൈസ്. പിന്നെ നമ്മൾ എന്താ കഷ്ടപ്പെട്ട് അടുക്കളയിൽ കിടന്ന് വേവിക്കാതെയൊക്കെ നമുക്ക് ഫുഡ് കിട്ടുമ്പോഴത്തേക്ക് അതൊരു സന്തോഷമാണല്ലോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ടിൻറ്റു. ഇപ്പം പുതിയതായിട്ടൊരു ഫാമിലി വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ ഇളയ 2 കുട്ടികളുണ്ടായിരുന്നു. മൂത്ത മോള് സ്കൂളിൽ പോയി, ഇശുക്കുട്ടി സ്കൂളിൽ പോയി കേട്ടോ. അവർക്ക് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക പോയി ഇശുക്കുട്ടീനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ മലയാളി ഗ്യാങ്സ് എല്ലാം കൂടി ചേർന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഗൈസ്. കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫോൺ കൊടുത്തിട്ട് ചെറിയ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു തരാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇശുക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റി പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വന്നുടനെ അവൾ കയറി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ പാട്ടിട്ട് ഫുള്ള് ഡാൻസ് കളിയായിരുന്നു. ഇശുക്കുട്ടിയും അക്സമോളും കുഞ്ഞാറ്റയും കുട്ടാച്ചും എല്ലാവരും കൂടി അവിടെ കിടന്ന് ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ നമുക്കിങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ പിള്ളേർ മാക്സിമം യൂസ് ചെയ്യും കേട്ടോ. അവരുടെ ഡാൻസ് കളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പേർക്കും ഒരിക്കൽ കൂടി എൻ്റെ തിരുവോണാശംസകൾ. ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ചിൽഡ്രൻ ബൈ.